ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഫോറസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഞാനിത് ചിക്കൻ സ്പഞ്ച് വെച്ചിട്ട് പിന്നെ ബാക്കി ഡെക്കറേഷൻ ചെയ്തെടുത്തിക്കുകയാണ്. പക്ഷേ എൻ്റെ കേക്ക് അത്രത്തോളം ഹൈറ്റ് ഇല്ല, കാരണം എൻ്റെ സോസ് പാന് കുറച്ച് റൗണ്ട് കൂടുതലായതുകൊണ്ട് സ്പഞ്ച് നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓവനിൽ ചെയ്യാനാവില്ല എന്ന് കരുതിയിട്ടാണ് സോസ് പാനിൽ ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് എമൗണ്ട് വെച്ചിട്ടാണ് ചിക്കൻ സ്പഞ്ച് ചെയ്തെടുത്തത്. ഞങ്ങൾ തന്നെ കഴിക്കണ്ടേ, കൂടുതൽ പേരൊന്നും ഇല്ലല്ലോ. അപ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. ഈ പാന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് പൊടികളൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളെ പൊടികളുടെ ഈ പച്ചമണൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, നമ്മളെ പൊടികളെ കരിഞ്ഞു പോവുക ചെയ്യുക. പിന്നെ നമുക്ക് ആദ്യമൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പൊ അർജന്റ് കൂട്ടാതെ തന്നെ ചെയ്തെടുക്കുക. അപ്പൊ ഇത് മതി കേട്ടോ, നമ്മളെ പൊടി ഇവിടെ റെഡിയായി. ഇത്ര മതി. ഒന്നില്ലെങ്കിൽ ഈ പാനിന്ന് പെട്ടെന്ന് മാറ്റണം കേട്ടോ. ഈ പാനിൽ തന്നെ വെച്ചാൽ അടി കട്ടിലെ പാനൊക്കെ ആണെങ്കിൽ ഇരുന്ന് കരിയും. അല്ലെങ്കിൽ ഒന്ന് ചൂട് വിടുകളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കുക. പിന്നെ ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെറുതെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിപ്പോൾ പച്ചയോടുക്കാൻ നമ്മളിത് മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ സ്പോഞ്ച് ശരിയാവില്ല. കാരണം ഈ ചിക്കനിൽ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മളെ സ്പോഞ്ച് ശരിയാവാതിരിക്കും. അപ്പോൾ ചിക്കൻ എപ്പോഴും ഒന്ന് പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും ആ പൊടികൾ വറുത്തെടുക്കുമ്പോൾ. ഇനി നമ്മളിവിടെ വറുത്തെടുത്ത ഈ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് അരിഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ മോരില്ലേ, അത് പുളിയില്ലാത്ത മോര് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതേ കണ്ടോ, ഞാൻ ഇതിലോട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഒന്ന് അരച്ചു കൊടുത്ത് നോക്കുക. എന്നിട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് അരച്ചു വെക്കാം. അപ്പൊ അതിന് ഞാനിവിടെ 1 കപ്പ് കറക്റ്റ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലോറും, ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണോ ഫോക്കോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കോൺഫ്ലോറും മൈദയും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ, ഒരുപോലെ മിക്സ് ആയി വരണം. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിലോട്ട് 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ഹാൻഡ് ബീറ്റർ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, മിക്സി ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ഈ മുട്ടമണം മുന്നിട്ട് നിൽക്കാതിരിക്കാനാണ് കേട്ടോ. നമ്മൾ മുട്ടയല്ലേ കാര്യമായിട്ട് ഏത് ഇതിലാണെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഇതാട്ടോ, ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ബട്ടർ മിൽക്കാണ്. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ലാസ്റ്റ് ഒന്നും പാടെ വേണമെങ്കിൽ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ അത്യാവശ്യം ഉപ്പ് എല്ലായിടത്തും നേരെ ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ്. ഇതും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ ബീറ്റ് ചെയ്യരുത്. ഇനി ഒന്ന് തന്നെ ഇട്ടുകൊണ്ട് ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ മിക്സി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച മൈദ മിക്സ് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാതും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഈ ചിക്കൻ്റെ ഇതും കൂടെ ഇതിക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക കേട്ടോ, ഉപ്പുണ്ടോ ഇല്ലേന്നൊക്കെ. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി, ഓവറായിട്ട് മുന്നിട്ട് നിൽക്കൊന്നും വേണ്ട.
ബാറ്റർ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തതും അതേപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പൈസി ഒക്കെ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ സോസ് പാനിൽ ഞാനിവിടെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാട്ടോ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഒരു അടിയിൽ തട്ട് വെച്ചെടുത്ത് അതിന്റെ മുകളിലാണ് നമ്മളെ സോസ് പാൻ വെച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു വെയിറ്റും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കുക. ഇതിന്ന് ഇപ്പൊ തന്നെ എടുക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറിയിട്ട് എടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് ഞാനിവിടെ ഗ്രീൻ മാരിനേഷൻ ആണ് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയില ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ നമ്മുടെ ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പൊ ഇതാട്ടോ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ ഒരു ബ്രസ്റ്റ് പീസിന്റെ പകുതി എടുത്തിട്ടുള്ളായിരുന്നു. അതിന്റെ ബാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം നമുക്ക്. പിന്നെ 2 കുറകിന്റെ പീസും. ഞങ്ങളിവിടെ കുറക് എന്നാട്ടോ പറയാ ലെഗ് പീസിന്. നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ നാളൊക്കെ ഉണ്ടാക്കുക ഒരു പ്ലാൻഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തലേന്ന് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. ഒരു ഷാലോ ഫ്രൈ ആണ് കേട്ടോ. ഒരുപാട് എണ്ണയിലൊന്നും ഇട്ട് വറുത്തെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഓയിലൊന്ന് ചൂടായാലേ നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചിക്കന് ഒരു സൈഡ് കുക്കായാൽ അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടോ. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഈ പീസ് ഉണ്ടല്ലോ, ഈ ബ്രസ്റ്റ് പീസ് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതാട്ടോ ചിക്കന്റെ ബ്രസ്റ്റ് പീസാണ് ഇപ്പൊ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെന്നൊക്കെ കരുതിനെ. പിന്നെ എനിക്ക് തോന്നി മിക്സിയിൽ വന്നിട്ട് ക്രഷ് ചെയ്തെടുക്കായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഇതിവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് തൂമുണ്ടാക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പൊട്ടാറ്റോ പിഴുങ്ങിയെടുത്തത്, ഒരു വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് പിഴുങ്ങിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് വേണമെങ്കിൽ അടിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ ഒന്ന് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര, ഒരു ചെറു മധുരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കയ്യില് തൈര്, പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി. തൈര് കുറച്ച് പുളി കുറവില്ല തൈര് എടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പൊ ഇതാട്ടോ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. അപ്പൊ ഇതാട്ടോ കണ്ടോ, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇവിടെ റെഡിയായി. അപ്പൊ നമുക്ക് കേക്കിന്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഒക്കെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇങ്ങനെ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ചിക്കൻ സ്പോഞ്ച് ഇവിടെ റെഡി ആയത് ഇതാണ്. ഇത് അടിയിലൊന്നും കരിഞ്ഞിട്ടുമില്ല, അതേപോലെ മുകൾ ഭാഗവും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലിപ്പോ ഇവിടെ കുറച്ച് ഹൈറ്റ് കുറവുണ്ട്. നമുക്കിത് 3 ലെയർ ഞാൻ ആക്കുന്നില്ല, 2 ലെയർ ആക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് 3 ലെയർ തന്നെ ആക്കായിരുന്നു. നമ്മുടെ സോസ് പാന് നല്ല റൗണ്ട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് ഹൈറ്റ് കുറച്ച് കുറഞ്ഞത്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെയർ ആക്കി എടുക്കാം. അപ്പൊ ഇതാട്ടോ 2 ലെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പോഞ്ച് ഒന്ന് വെറ്റാക്കി എടുക്കാൻ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുക ഷുഗർ സിറപ്പാണ്. പക്ഷേ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലോട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ ഒരു ലെയറിനുള്ളതുള്ളൂ ഇത് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കൺസിസ്റ്റൻസി ഒക്കെ ഒന്നും പാടെ വേണമെങ്കിൽ ലൂസാക്കണമെങ്കിൽ ലൂസാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് വെറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സ്പോഞ്ച് എടുത്ത് ഒന്ന് വെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അടിയിൽ കൂടിയൊക്കെ ഒന്ന് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൂമ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം എല്ലായിടത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ക്യാബേജ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലെയർ ആക്കിയിട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കക്കരിക്ക, പിന്നെ നമ്മളിവിടെ ചിക്കൻ ഒന്ന് ഇതാക്കി വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഇങ്ങനെ ഗ്രീൻ മാരിനേഷൻ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, സാധാ മാരിനേഷൻ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്യണ്ട, ഇത് മതി. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ വെച്ചുകൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് തൂമാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലൂടെ സ്പ്രെഡ് ചെയ്യാം. എത്ര കട്ടിൽ വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. സൈഡിൽ കൂടി ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് എടുക്കണം, സാധാ കേക്ക് പോലെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ. ഇതാട്ടോ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. തൂമൊന്നും കൂടി തിക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഫിനിഷ് ആവുമായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് ഞാനിവിടെ സെന്ററിൽ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കുറുകിന്റെ ഒരു കഷ്ണം ഇതിമ വെക്കാം. ഇനി ഇതിന്റെ സെൻട്രലായിട്ട് ഞാൻ കൊടുക്കുന്നത് ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തില്ല, അതിൽ നിന്ന് ഞാൻ ഒരു നുള്ളു മാറ്റി വെച്ചിരുന്നു അത്. പിന്നെ നമുക്ക് ചുറ്റോറം തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതൊന്ന് വെച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ലേ, അത് ഷേപ്പ് ചെയ്ത് വെച്ചത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ കക്കരിക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ സൈഡിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ ഇങ്ങനെ കേട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഫോറസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടാവോ എന്നുള്ളത്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാനിവിടെ ഫോട്ടോക്ക് ഒരു ഇത് കിട്ടായിട്ടാണ് ഞാനിവിടെ ക്യാരറ്റിന്റെ ഇത് ഒന്ന് കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചത്. ഈ സൈഡിൽ കൂടി ഒന്നും വെച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. ഫോട്ടോക്ക് ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയില്ല അങ്ങനെ. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു. പഠിക്കണോ?